എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലർക്കും ഉള്ള വലിയൊരു ആഗ്രഹമാണ് തങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയവരെ, തങ്ങളെ തേച്ചിട്ട് പോയവരെ, തങ്ങളെ അവഗണിക്കുന്നവരെ ഒക്കെ എങ്ങനെയാണ് തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ തങ്ങളിലേക്ക് അഡിക്റ്റാക്കി മാറ്റുന്നതെന്നൊക്കെ. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്, നല്ല ഐഡിയ ഒക്കെ തന്നെയാണ്. പക്ഷേ അതൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഈ അഡിക്ഷനെക്കുറിച്ച് മനസ്സിലാവും. അതുമല്ലെങ്കിൽ നമ്മൾ ഈ അവഗണനയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരാനായിട്ടും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒന്നാമതായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് മിക്സ്ഡ് സിഗ്നൽസ് തരികയാണെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് അവഗണിക്കുക എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ചിലർ നമുക്ക് മിക്സ്ഡ് സിഗ്നൽസ് തരും. ഇന്ന് നമ്മളോട് ഭയങ്കര സ്നേഹം, ഭയങ്കരമായിട്ടും നമുക്ക് ടെസ്റ്റുകൾ തരുന്നു, ഫോൺ വിളിക്കുന്നു, കമ്മ്യൂണിക്കേഷൻ കാണുന്നു. പക്ഷേ പിന്നെ ഒരു 3-4 ദിവസത്തേക്ക് യാതൊരു അനക്കവും ഇല്ല. നമ്മൾ അങ്ങോട്ട് മെസ്സേജ് വിട്ടാൽ തിരിച്ച് റിപ്ലൈ തരത്തില്ല, അല്ല അവരുടെ ലാസ്റ്റ് സീൻ ഓഫാക്കി ഇടുന്നു, അല്ലെങ്കിൽ ഓൺലൈനെ വരുന്നു പോകുന്നു. ഒരു പക്ഷേ രാത്രി മുഴുവൻ ഓൺലൈനേ ഇരിക്കുന്നതാണ്, പക്ഷേ നമ്മളോട് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. നമ്മൾ അങ്ങോട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ട് ഒന്നിനും റിപ്ലൈ തരുന്നില്ല, കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മിക്സ്ഡ് സിഗ്നൽ തരും. ചിലപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒക്കെ അവർ കാണുന്നുണ്ടായിരിക്കും, പക്ഷേ അതിനൊന്നും റിപ്ലൈ തരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ അവരുടെ നോക്കിയിരിക്കുന്നു, പക്ഷേ എന്നിട്ട് അവരൊരു റിപ്ലൈ തരുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിഗ്നൽ തരും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ അതോ എന്നെ ഇട്ടിട്ട് പോയോ, ഒന്നും അറിയാൻ മേലാത്തൊരു വെപ്രാളം. അപ്പോൾ നമ്മളിങ്ങനെ സ്വയം ഇങ്ങനെ വേദനിക്കാൻ തുടങ്ങും. നമുക്ക് തന്നെ ഇത് വലിയൊരു മെൻ്റൽ ടോർച്ചറായിട്ട് അനുഭവപ്പെടും. കാരണം വല്ലാത്ത ടെൻഷനാണ്, ഇവരെന്നെ ഉപേക്ഷിച്ചിട്ടാണോ, എന്നാൽ പിന്നെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ അങ്ങനെയെങ്കിലും ഒന്ന് പറയണ്ടേ. അത് ഉപേക്ഷിച്ചെന്നും പറയുന്നില്ല, ഉപേക്ഷിച്ചില്ലെന്നും പറയുന്നില്ല, ഇഷ്ടമാണെന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ആകപ്പാടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ വെന്തുരുകി ജീവിക്കുന്ന ഒരു അവസ്ഥ, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പലരും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്നിട്ട് വീണ്ടും ഇവർക്ക് ധാരധാരയായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, എന്ത് പറ്റി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ നമ്മൾ മോങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമേ ഇല്ല. അപ്പോൾ അത് നമ്മുടെ ഒരാൾ നമുക്കിങ്ങനെ മിക്സ്ഡ് സിഗ്നൽസ് തരുമ്പോൾ അതൊരു ഡിസ്റെസ്പെക്റ്റ് ആണ് സത്യത്തിൽ. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അവരുടെ ലാസ്റ്റ് സീന് നോക്കി ആ ഒരു വാട്സാപ്പിൻ്റെ ചോട്ടിൽ കെട്ടിക്കിടക്കാതെ നമ്മളെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ചുമതലയല്ല അവർക്ക് നമ്മൾ എത്രമാത്രം വർത്തിയാണ്, നമ്മൾ എത്രമാത്രം ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സ്വഭാവ ഗുണം നമ്മൾ എത്രമാത്രം നല്ലതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. അത് അവർ തന്നെ സ്വയം റിയലൈസ് ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ അവർക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെക്കുക. എന്നിട്ട് അവരിങ്ങനെയൊക്കെ കാണിച്ചിട്ട് നിങ്ങളോട് അടുത്ത പ്രാവശ്യം കാണുമ്പോൾ അതിനൊരു മാപ്പ് ചോദിക്കുകയോ, അല്ലെങ്കിൽ എങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ് അതിൻ്റെ കാരണം പറയുകയോ, അപ്പോൾ അത് തിരുത്താൻ ശ്രമിക്കുമെന്ന് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. വീണ്ടും നിങ്ങളോട് പഴയ പോലെ തന്നെ നിങ്ങളോട് മിണ്ടാൻ ആരംഭിക്കുന്നു. ഈ കാര്യത്തെപ്പറ്റി മെൻഷൻ പോലും ചെയ്യുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോഴും അതിന് വലിയ റിപ്ലൈ ഒന്നും തരുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പിന്നെ ആ റിലേഷൻ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകരുത്. കാരണം നിങ്ങൾ ഇതെല്ലാം സഹിച്ച് അക്സെപ്റ്റ് ചെയ്ത് അവരോട് ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന പോലുമില്ല, അല്ലെ അവർ നിങ്ങൾക്ക് ഒരു റിപ്ലൈയും തരുന്നില്ല ഇതിനെക്കുറിച്ച്, എന്തുകൊണ്ട് ഇങ്ങനെ അവർ മിസ്ബിഹേവ് ചെയ്തു എന്നവർ എക്സ്പ്ലനേഷൻ പോലും തരുന്നില്ല, ഒരു സോറി പോലും ചോദിക്കുന്നില്ല. എന്നിട്ട് പഴയ പോലെ തന്നെ ഒന്നും അറിയാത്ത പോലെ 5-6 ദിവസം നിങ്ങളെ ഇതുപോലെ ബ്ലോക്കും ചെയ്ത്, അല്ലെങ്കിൽ ലാസ്റ്റ് സീനും ഓഫാക്കി, മെസ്സേജും തരാതെ, കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ, നിങ്ങൾക്ക് ടെസ്റ്റും തരാതെ, നിങ്ങളെ ഇങ്ങനെ മെൻ്റൽ ടോർച്ചർ ചെയ്തിട്ട് ഒന്നും അറിയാത്ത പോലെ വീണ്ടും പഴയ പോലെ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ അതെന്താണെന്ന് പോലും അന്വേഷിക്കാതെ വീണ്ടും അവരുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് അതേ സ്നേഹബന്ധം തുടർന്നാൽ പ്രശ്നം അവർ വിചാരിക്കും അപ്പോൾ നിങ്ങളെ ഏത് രീതിയിൽ ഡിസ്റെസ്പെക്റ്റ് ചെയ്താലും നിങ്ങൾ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് അവർ ഇതേ പരിപാടി തന്നെ ആവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തികളും പുറകെ നടന്ന് കെഞ്ചി എൻ്റെ വില നീ ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ സെൽഫ് വർത്ത് നീ ഒന്ന് മനസ്സിലാക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അവർ ഈ രീതിയിൽ മിസ്ബിഹേവ് ചെയ്യുമ്പോൾ സെൽഫ് ലവ് ഉള്ളവർ, സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും റിയാക്ട് ചെയ്യും, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കും. അതിന് വ്യക്തമായിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒരു അകലം അവരിൽ നിന്ന് പാലിക്കുക, അല്ലെങ്കിൽ അവരെ കുറച്ചൊക്കെ അവഗണിക്കുക, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഭാവിയിൽ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ വരുമെന്ന് മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ ഉചിതമായ രീതിയിൽ ആ ഒരു വിവേകപൂർവ്വം ആ ഒരു റിലേഷൻഷിപ്പ് ഒഴിവാക്കുക. കാരണം ഇത് വീണ്ടും ഭാവിയിൽ ആവർത്തിക്കപ്പെടും. അല്ലെങ്കിൽ ഭാവിയിൽ ഇതുപോലെ ആവർത്തിക്കുമ്പോഴും നിങ്ങളിങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കും, വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെന്നും ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെൻ്റൽ ടോർച്ചർ അനുഭവിക്കും. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് തന്നെ ഒരു ത്രെട്ടാണ്. അത് ആ രീതിയിൽ ഒരുപാട് മെൻ്റൽ ടോർച്ചർ അനുഭവിക്കുന്ന പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ രീതിയിൽ ഒരു മെൻ്റൽ ടോർച്ചർ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ അനുവദിക്കുകയാണ് ഇങ്ങനെ അനുഭവിക്കാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ നിങ്ങളിൽ അത്ര ജെന്യുവനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങളെ ഒരു പ്രയോറിറ്റി ആയിട്ട് കാണുന്ന ആളാണെങ്കിൽ, ഇങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് മെൻ്റൽ ടോർച്ചർ തന്നുകൊണ്ട്
ഒരിക്കലും നിങ്ങളോട് മിണ്ടാതിരിക്കത്തില്ല, ചാറ്റ് ചെയ്യാതിരിക്കത്തില്ല, ടെസ്റ്റ് അയക്കാതിരിക്കത്തില്ല. കാരണം ആരും അത്ര ബിസി ഒന്നുമല്ല ഒരു ടെസ്റ്റ് പോലും തരാതിരിക്കാൻ. അല്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് ഒരു സെക്കൻഡെങ്കിലും നീക്കി വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ നിങ്ങളെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരുപാട് നല്ല ഓപ്ഷൻസ് ഉണ്ട്, അതിലേതോ ഒരു ഓപ്ഷനായിട്ട് മാത്രമേ നിങ്ങളെ കാണുന്നുള്ളൂ, അല്ല നിങ്ങളൊരു പ്രയോറിറ്റി ആയിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ച് തന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിന് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ലേറ്റർ നിങ്ങൾ തന്നെ ഇങ്ങനെ പീസായിട്ട് ഷാറ്റർ ചെയ്യപ്പെടും എന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ലാതെ തന്നെയല്ല മറ്റേ വ്യക്തി തോന്നുന്ന സമയത്ത് നിങ്ങളെ ഇട്ടിട്ട് പോവുകയും ചെയ്യുക. അവിടെ നിങ്ങൾ കരയേണ്ടി. രണ്ടാമത്തെ ബിവെയർ ഓഫ് സിറ്റുവേഷൻഷിപ്പ് എന്നുള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു ട്രെൻഡാണ് ഈ സിറ്റുവേഷൻഷിപ്പ്. അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കമ്മിറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളതാണ്. തന്നെയുമല്ല ഈ റിലേഷൻഷിപ്പിനെ അവർ യാതൊരു രീതിയിലും ലേബൽ ചെയ്യത്തില്ല. അതായത് ഇതിപ്പോൾ ഫ്രണ്ട്ഷിപ്പാണോ എന്ന് ചോദിച്ചാൽ ഫ്രണ്ട്ഷിപ്പല്ല, റിലേഷൻഷിപ്പ് ആണോ എന്ന് ചോദിച്ചാൽ റിലേഷൻഷിപ്പ് ഒന്നുമല്ല. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ എല്ലാ പരിപാടിയും ഉണ്ട് താനും. ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലും എല്ലാ ബൗണ്ടറികളും ലംഘിച്ച് കാമുകന്മാർ ചെയ്യുന്ന എല്ലാ പരിപാടികളും ഇത് വരികയും ചെയ്യും. പക്ഷേ ഇത് അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണെന്ന് അവർ സമ്മതിക്കത്തുമില്ല. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ ഇതിനൊരു ക്ലാരിറ്റി ഇല്ല, ഇതിപ്പോൾ ലവ് ആണെന്ന് വെച്ചാൽ അയ്യോ അത് അറിയത്തില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് വെച്ചാൽ അയ്യോ അതും അറിയത്തില്ല, പിന്നെ എന്താണ് അതൊക്കെ മേലെയാണെന്നൊക്കെ അവർ പറയും. പക്ഷേ ഇതിന് പ്രോപ്പറായിട്ട് ഒരു ലേബൽ കൊടുക്കാൻ അവർ തയ്യാറാവില്ല. അപ്പോൾ ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് വലിയ ക്ലാരിറ്റി എന്നൊക്കെ ഇവർ ഇതുപോലെയുള്ളവർ പറയും. പക്ഷേ അവിടെ കൃത്യമായിട്ട് അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ അവർ താങ്ങാൻ തയ്യാറല്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും അതുകൊണ്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സിറ്റുവേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവർക്ക് എല്ലാവർക്കും പേടിയാണ്. എന്താണ്? കുടുംബത്തെ പേടി, നാട്ടുകാരെ അവരുടെ മുമ്പിലുള്ള ചീത്തപ്പേര് പേടി. അപ്പോൾ പ്രേമാണോ എന്ന് ചോദിച്ചാൽ അത് ആണ് താനും, എന്നാൽ അല്ലേന്ന് ചോദിച്ചാൽ അല്ല താനും. അത് സമ്മതിക്കാനും അവർക്ക് തയ്യാറില്ല. എന്നാൽ ഫ്രണ്ട്ഷിപ്പാണോ? അതുമല്ല. ഇതിപ്പോൾ ഒന്നുമല്ല. അല്ലെങ്കിൽ ഫ്രണ്ട് വിത്ത് എ ബെനിഫിറ്റ് അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതൊന്നുമല്ല താനും, വലിയ എന്തോ മഹത്തായിട്ടുള്ളൊരു സംഭവമാണ് താനും, പക്ഷേ ക്ലാരിറ്റി ഇല്ല താനും. അവിടെ ക്ലാരിറ്റി ഇല്ലാത്തതല്ല, ഇവർ ക്ലാരിറ്റി കൊടുക്കാത്തതാണ്. എന്തെന്ന് വെച്ചാൽ ആ ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം. ഇതിപ്പോൾ ഇവർക്ക് പറഞ്ഞു കഴിയാം, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഇത് റിലേഷൻഷിപ്പ് ഒന്നും അല്ലെന്ന്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ ബ്രീഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന നായക്കുട്ടികളൊക്കെ ഇല്ലേ, അപ്പം പല നായക്കുട്ടികളുടെയും ഫാദർ ഈ പറഞ്ഞ ടീമായിരിക്കും. പക്ഷേ ഈ പുള്ളി അത് ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? പുള്ളിയോട് ചോദിക്കുകയാണ് ഇവൻ്റെ മിസ്റ്റർ ജർമ്മൻ ഷെപ്പേഡ്, ഈ കുഞ്ഞ് ഷെപ്പേഡിൻ്റെ തന്ത താങ്കളല്ലേ എന്ന് ചോദിച്ചാൽ ഈ തന്ത ജർമ്മൻ ഷെപ്പേഡ് എസ് എന്ന് പറയുമോ? ഇല്ല. കാരണം അതിലൊന്നും പുള്ളിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻഷിപ്പിലും. പക്ഷേ ഇത് ആദ്യമേയൊക്കെ ഞാൻ പറഞ്ഞല്ലോ രസകരമാണെങ്കിലും ഇത് വല്ലാത്തൊരു മെൻ്റൽ ഡിസ്ട്രക്ഷനിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചില റിലേഷൻഷിപ്പിൽ സ്ത്രീകളായിരിക്കും ഈ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്നൊരു മൈൻഡോട് കൂടി കാണുന്നത്. അവരുടെ ഉപയോഗം കഴിഞ്ഞ് പുരുഷനെ വലിച്ചെറിഞ്ഞ് കളയുന്നു. അല്ലെങ്കിൽ ചില റിലേഷൻഷിപ്പിൽ പുരുഷന്മാരായിരിക്കും ഈ ഒരു സിറ്റുവേഷൻഷിപ്പിൽ ആ രീതിയിൽ കാണുന്നത്. അങ്ങനെ അവരുടെ കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറയുന്നു ഗുഡ് ബൈ, നീ നിൻ്റെ കാര്യം നോക്കിപ്പോ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇത് റിലേഷൻഷിപ്പാണെന്ന്, നീ എൻ്റെ കാമുകിയാണല്ലോ, നീ എൻ്റെ ലവറാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളൊരു ഫ്രണ്ട്ഷിപ്പാന്നൊക്കെയല്ലേ പറഞ്ഞേ, അല്ലെ അതൊക്കെ അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഇതിനെ ലേബൽ ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിനക്ക് പറയാൻ പറ്റുന്നത്? ആ രീതിയിൽ അവർ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കത്തില്ല. ചിലപ്പോൾ രണ്ടുപേരും ഈ രീതിയിൽ സിറ്റുവേഷൻഷിപ്പ് കളിച്ച് വരുന്നവരായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത്. അതൊക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്യണം, മനസ്സിലാക്കണം, വ്യക്തത ഉണ്ടാവണം. അല്ലെങ്കിൽ അയാൾ നിങ്ങളെ ചതിച്ചിട്ട് പോയി അല്ലെങ്കിൽ അവൾ നിങ്ങളെ ചതിച്ചിട്ട് പോയി കഴിയുമ്പോൾ നിങ്ങളിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പോഴാണ് ഈ അവഗണനയൊക്കെ പേറി ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ആദ്യമേ തന്നെ മനസ്സിലാക്കുവാണെങ്കിൽ ആ ടീമിനെ എടുത്ത് ഒരു എയർ കൊടുക്കാം. അപ്പോൾ അതോടെ പ്രശ്നമെല്ലാം തീർന്നു, ഭാവിയിൽ പ്രശ്നമൊന്നും വരത്തുമില്ല. അല്ലെങ്കിൽ ഒരാൾ മാത്രം അങ്ങ് അഡിക്റ്റ് ആവും, മറ്റേ ആൾക്ക് ഒരു അഡിക്ഷനും ഇല്ല, അയാളുടെ കാര്യം കഴിയുമ്പോൾ അയാളുടെ പണി നോക്കി പോവുകയും ചെയ്യും.